എൻ്റെ പേര് മിനി ജോസ്. തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ മണലിത്രയിൽ നിന്നും പഴയനൂപ്പാടം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് ജോസ്. എനിക്ക് കിട്ടിയ സെപ്റ്റംബർ 19 2022 സെപ്റ്റംബർ 19 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് എനിക്ക് ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നത് വല്ലാത്തൊരവസ്ഥയിലാണ്. നടക്കാൻ പോലും പറ്റാണ്ട്, ഒരു ഉരുള ചോറ് പോലും വാരി ഉണ്ണാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയിൽ നിന്നും, ഒരു പാർക്കിൻസൺസം എന്ന അസുഖത്തിൽ നിന്നും, സ്പോണ്ടിലോസിസ് എന്ന അസുഖത്തിൽ നിന്നും, സ്റ്റോക്ക് കഴിഞ്ഞു പോയ അവസ്ഥയിൽ നിന്നൊക്കെ എന്നെ ദൈവം കരകയറ്റിയത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കൊണ്ട് മാത്രമാണ്. ഇവിടെ വന്നതിൻ്റെ ഫലമായി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നു. ഞാനിവിടെ നിന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് എന്നെ കൊണ്ടുവന്നതിനേക്കാളും സ്പീഡിൽ ഞാനിവിടെ നിന്ന് നടന്നു പോയി. അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇപ്പോൾ കിട്ടിയത് എനിക്ക് അന്ന് പറയാൻ വിട്ടുപോയതാണ്. എനിക്ക് ചെവിയിൽ എപ്പോഴും നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴോ വർത്തമാനം പറയുമ്പോഴോ ടെക് ടെക് എന്ന് പറഞ്ഞിട്ട് ഒരു ഒച്ച എപ്പോഴും ഉണ്ടാവും. ഭയങ്കര അസ്വസ്ഥതയാണ് ആരോടെങ്കിലും വർത്തമാനം പറയുമ്പോഴും. പിന്നെ ഇയർ ബാലൻസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇയർ ബാലൻസ് വന്നിട്ട് ഞാൻ 3-4 പ്രാവശ്യം തെറിച്ച് വീണ് പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഡോക്ടറെ മുൻപിൽ എന്നെ വെച്ച് ഞാൻ വീണിട്ടുണ്ട്. അപ്പം എൻ്റെ ഭർത്താവ് എൻ്റെ പുറകിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ ഭർത്താവ് എന്നെ പിടിച്ച് തള്ളിയതായിരിക്കുന്നു. പക്ഷേ എൻ്റെ ദേഹത്ത് ആരും കൈ തൊട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ വീണേന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോഴാണ് പിന്നീടാണ് ഇയർ ബാലൻസ് ആണെന്ന് അറിഞ്ഞത്. ഇവിടെ വന്ന് കാല് കുത്തിയ നിമിഷം മുതൽ പിന്നെ എനിക്ക് ഇന്ന് വരയ്ക്കും ഇയർ ബാലൻസിൻ്റെ ഒരു പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ വന്ന അന്ന് തന്നെ ഈ നിയോഗം എന്താണെന്നോ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാനിവിടെ വന്ന് ക്ലാസ് കേട്ടപ്പോൾ അങ്ങനെ തലയും ചാച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മ ഇത്ര അകലെ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനാണോ വന്നിരിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് തീരെ വയ്യ, എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, എനിക്ക് കിടക്കണം എന്നാണ് തോന്നണേന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇവിടം വരെ വന്നത് അമ്മ മാതാവിനെ കാണാനും അമ്മ പ്രാർത്ഥിക്കാനും വേണ്ടി വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വന്നിട്ട് ഇവിടെ വന്ന് കിടക്കാനാണോ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഉണർന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എനിക്ക് ക്ലാസ് കൂടാനുള്ള ശക്തി തരണമെന്ന്. നിയോഗം എന്താണെന്നൊന്നും എനിക്കറിയില്ല, എങ്ങനെ എഴുതണമെന്നും അറിയില്ല. എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു തരികയാണ്, നിയോഗം എഴുതിയപ്പോൾ വീടെന്ന്. കാരണം എൻ്റെ വീട് പഴയ വീടാണ്, പച്ച ഇഷ്ടി കൊണ്ട് പണിത വീടായിരുന്നു പണ്ടത്തെ വീട്. അതിങ്ങനെ പൊട്ടി വിണ്ട്, ചുമരടക്കം വിണ്ടു, തറ വിണ്ടു. ആ അവസ്ഥയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന അവസ്ഥയിൽ കുറേ കടബാധ്യതകളുണ്ട്. അപ്പോൾ എനിക്ക് വയ്യാതെയായി. ഞങ്ങൾ 2 കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോകാണ്ടായി കഴിഞ്ഞപ്പോൾ ചേട്ടനെ കൊണ്ട് തന്നെ ലോൺ അടയ്ക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നിനും സാധിക്കില്ല. അപ്പോൾ വീടിന് നിയോഗം ഇങ്ങനെ എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ മാതാവ് തോന്നിച്ചതാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എനിക്ക് വീട് പണിയിപ്പിക്കാനോ ആരുമില്ല, എനിക്ക് അതിനോട് സാധിക്കുകയില്ല, ഒരു സരി സ്വർണം പോലും ഇല്ല, അല്ലെങ്കിൽ കാശായിട്ടോ ഒന്നുമില്ല എൻ്റെ കയ്യിൽ, എനിക്ക് സാധിക്കുമെന്ന് തോന്നില്ല. എനിക്ക് പണിത് എങ്ങനെയെങ്കിലും മാതാവ് എനിക്ക് പണിയിപ്പിച്ച് തരികയാണെങ്കിൽ തന്നാൽ മതി. അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു. എനിക്ക് തിരക്കൊന്നുമില്ല മാതാവേ, അമ്മയ്ക്ക് എപ്പോഴാണ് തോന്നുക, അമ്മയ്ക്ക് എപ്പോഴാണ് ഞങ്ങളുടെ മേൽ കനിയാൻ തോന്നണേ അപ്പം തന്നാൽ മതി, എനിക്ക് തിരക്കില്ല എന്ന് ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോയി ആദ്യത്തെ ഉടമ്പടി പുതുക്കി. 2ാമത്തെ ഉടമ്പടി പുതുക്കാൻ 1 മാസം കൂടി ഉള്ളപ്പോൾ എനിക്ക് വീടിൻ്റെ കാര്യം ശരിയായി. ഒരു വ്യക്തി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞു സഹായിക്കാമെന്ന് പറഞ്ഞു. അവരുടെ കൂടെ കുറേ പേരുകൾ, നല്ല മനസ്സുള്ള കുറേ ആൾക്കാർ കൂടിയിട്ട് ഓരോരുത്തരും സ്പോൺസർ ചെയ്തിട്ടാണ് ഞങ്ങളുടെ വീട് പണിത് തരുന്നത്. ഒരു 10-12 ലക്ഷം രൂപയോളം ചിലവ് വരും. നല്ലൊരു മനോഹരമായ വീട്. നാളെ അതിൻ്റെ വെഞ്ചിരിപ്പാണ്. അത് ഞാൻ ഇന്ന് ഇവിടെ താക്കോല് കൊണ്ടുവന്ന് വെഞ്ചിരിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ മാതാവ് എല്ലാം ഒരുക്കി തന്നു. എനിക്ക്
പിന്നെ എൻ്റെ ഭർത്താവിന് ശ്വാസം മുട്ടുണ്ടായിരുന്നു, ഭയങ്കര ശ്വാസം മുട്ടും, ഭയങ്കര നിൽക്കാത്ത ചുമയായിരുന്നു, ഏതു നേരം ചുമയായിരുന്നു. ആ ചുമ ഞാൻ ഉടമ്പടി എടുത്ത് ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ആൾക്ക് കുറയാൻ തുടങ്ങി. ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. പൂർണ്ണമായിട്ടും ചുമ വിട്ടു മാറിയില്ലെങ്കിലും ഇവിടെ അകലെ നിൽക്കുമ്പോൾ നമ്മൾക്ക് കേൾക്കാം ശ്വാസം വലിക്കുന്ന ആ അവസ്ഥ. ആ ശ്വാസം മുട്ടിൽ നിന്നും നല്ല വ്യത്യാസം വന്നു. പിന്നെ എൻ്റെ മോളുടെ കുട്ടിക്ക് 2 ആൺകുട്ടികളാണ് എൻ്റെ മോൾക്ക്. അവളുടെ കുട്ടിക്ക് 4 ദിവസം മുമ്പ് സ്കാൻ വയറുവേദനയും ഛർദിയായിട്ട് പനിയായിട്ട് ആസ്പത്രിയിൽ കൊണ്ടുവന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു അപ്പൻഡിക്സിൻ്റെ ആണ്, ഓപ്പറേഷൻ വേണ്ടി വരും, നമുക്ക് കുറച്ച് ദിവസം കൂടെ നോക്കാം, കുട്ടിക്ക് ആഹാരം ശ്രദ്ധിച്ച് കൊടുക്കണം, ഭക്ഷണം കൊടുക്കുമ്പോൾ എരിവോ ഉള്ളതൊന്നും കൊടുക്കരുത്, തൈര് മാത്രം കൊടുത്ത് ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3-4 ദിവസം അങ്ങനെ ചെയ്തു. അപ്പം നമുക്ക് ഭയങ്കര സങ്കടം, കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എന്നിട്ട് നമ്മൾ കറിയൊക്കെ കൂട്ടുമ്പോൾ അവർക്ക് സങ്കടം വരും, കരച്ചിലാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഉപ്പും തേനും തൈലം വെച്ച് കുരിശ് വരയ്ക്കും വയറിൻ്റെ ആ ഭാഗത്ത്, തേനും ഉപ്പും ഞാൻ കൊടുക്കും. മക്കൾക്കൊക്കെ ഇത്തിരി വിശ്വാസം കുറവായാലും ഞാൻ ആ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, മോളെ നമുക്ക് വേറൊരു സ്കാനിങ് സെൻറ്ററിൽ പോയി നമുക്ക് സ്കാൻ ചെയ്യാം. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് സ്കാൻ ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്യാൻ ചെറിയ കുട്ടിയായാലും മോളെയും കൂട്ടിക്കൊണ്ടാണ് മോൻ്റെ കൂടെ കൊണ്ടുപോയത്. അപ്പം ഞാൻ പുറത്തിരുന്ന് കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു, ഉപ്പും കയ്യിൽ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. എൻ്റെ മാതാവേ, അവർ തിരിച്ചു വരുമ്പോൾ ഈ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ ആ സംഭവം അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യാതൊരു കുഴപ്പമില്ല, അവന് മരുന്നേ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മൂത്ത കുട്ടിക്കും അങ്ങനെ തന്നെ ഉണ്ടായി. അതേപോലെ തന്നെ അവന് സ്കാൻ ചെയ്ത് കഴിഞ്ഞു 4-ാം ദിവസം തന്നെ അവന് സ്കാൻ ചെയ്തപ്പോൾ അവന് കുഴപ്പമില്ല. ചെറിയ ഒരു തടിപ്പ്, ഒരു കഴല, ഇങ്ങനെ ചെറിയ കുരുക്കൾ പോലെ കാണുന്നുണ്ട്, അല്ലാണ്ട് അപ്പൻഡിക്സിൻ്റേതായോ യാതൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉപ്പും തേനും തൈലും അവർക്ക് കൊടുത്തതിൻ്റെ ഫലമായി അങ്ങനെ നല്ല വ്യത്യാസം വന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്, ചെറുതാണ്, 8 പേരുള്ളൂ, 4 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങി. അപ്പോൾ അത്രയും നാൾ അവിടെ ഉണ്ടായിട്ട് ഞാനത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അപ്പം മോൾ എന്നോട് പറഞ്ഞു, അമ്മ ഇങ്ങനത്തെ ഒരു സ്ഥാപനം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഇത്രയും നാളും ഇവിടെ പള്ളിയിൽ വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പോയി അവിടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോൾ സിസ്റ്റർമാർ ധ്യാനത്തിന് 4 ആൾ ഒരുമിച്ച് ധ്യാനത്തിന് പോകാനായിട്ടിരിക്കുക. അവർക്കൊരാളെ കിട്ടാണ്ടിരിക്കുകയായിരുന്നു അവിടെ താമസിക്കാനായിട്ട്, ഇവരെ നോക്കാനായിട്ട്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങളെ കണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു, സിസ്റ്റർ ഞങ്ങൾക്ക് വല്ലതും ചെയ്യാനുണ്ടോ ഇവിടെ? ഞങ്ങളിങ്ങനെ ആലപ്പുഴയിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചവരാണ്, ഞങ്ങൾക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾക്ക്. എൻ്റെ മോള് നേഴ്സാണ്. അപ്പം മോൾക്ക് പറ്റിയതായിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഞാൻ പ്രാർത്ഥിച്ച് ഈശോയുടെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ, ഒരാളെ കാണിച്ച് തന്നെ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴാണ് ചേച്ചീനെയും മോളെയും കണ്ടത്. അപ്പം നിങ്ങളെ ഈശോ കൊണ്ടുവന്നതാണ്, അപ്പോൾ നിങ്ങൾ ചേച്ചിക്ക് പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് താമസിക്കാവോ, ഒരാഴ്ച വൈകുന്നേരം വന്നാൽ മതി, പകലൊരു ചേച്ചി ഇവിടെ ഉണ്ട്, ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് പോകും, വൈകുന്നേരം അവർക്ക് കൂട്ട് കിടക്കണം, അവരുടെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുക, കുറച്ച് നേരം പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ 2-3 കുഞ്ഞുങ്ങളുണ്ട്, മോളുടെ കുഞ്ഞുങ്ങൾ, അവരെ ഇട്ടിട്ടാണ് ഞാൻ പോണത്. മോള് ഡ്യൂട്ടി ചേഞ്ച് ചെയ്തു എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വൈകുന്നേരം പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് വഴിപ്പണി കാരണം എല്ലാ വഴികളും അടച്ചിരിക്കുക, വണ്ടികളൊന്നും ബസ്സുകളൊന്നും വരണില്ല. എന്നാലും ഞാൻ നടന്നും ഓട്ടോറിക്ഷ വിളിച്ചും ഒരു 3-3.5 കിലോമീറ്റർ വേളം പോകണമെങ്കിൽ അങ്ങനെ ഞാൻ കുറേ നടക്കും, പിന്നെ കുറച്ച് ദൂരം ഓട്ടോറിക്ഷ വിളിക്കും. അങ്ങനെ ഞാൻ അവിടെ പോയി ഒരാഴ്ച താമസിച്ചു.
അവരുടെ കൂടെ കുറേ നേരം സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും നന്നായി പ്രാർത്ഥിക്കും. പല വിധത്തിലുള്ള കുട്ടികളായിരുന്നു. കിടപ്പ് രോഗികളായിട്ട് ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീൽ ചെയറിലിരിക്കുന്നത്. ബാക്കി എല്ലാവരും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളെ ഞാൻ ഇടയ്ക്ക് ഞാനിങ്ങനെ പോകും. കുട്ടികൾ നോക്കാനായിട്ട് ആരുമില്ല. അപ്പം മോളെ ഡ്യൂട്ടി സമയം നോക്കിയിട്ട് ഞാൻ ഓടിപ്പോകും. ഉച്ചയിരുന്നിട്ട് പോകാൻ പറ്റിയെങ്കിൽ ഒരാളെങ്കിലും പോയി കാണാൻ എനിക്ക് കൃപ തന്നെയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ആസ്പത്രിയിൽ ചെല്ലും. ആസ്പത്രിയിൽ ചെന്ന് 1-2 പേരുടെ അടുത്തിരുന്ന് വർത്തമാനം പറയും, പോരും. പിന്നെ ഞാൻ പത്രം ഇവിടുന്ന് കൂടുതൽ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ അത് കൊണ്ട് കൊടുക്കുക. അതേപോലെ ഇത് പോകുമ്പോൾ ഞാൻ വിചാരിക്കുക, ആസ്പത്രികളിൽ കൊണ്ടു കൊടുക്കുമ്പോൾ പല സ്ഥലത്തും ഞാൻ കണ്ടേക്കണത് ഈ പാത്രം വയ്ക്കാനൊരു സ്റ്റാൻഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ ഒരിക്കലും ആസ്പത്രികളിൽ കൊടുക്കില്ല. മാതാവേ, ഇത് വെട്ടണ്ടോരെ കയ്യിലെത്തിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൊണ്ടു കൊടുക്കുക. അപ്പം ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും തൃശ്ശൂർ ടൗണിൽ പല സ്ഥലത്തായിട്ട് വടക്കേ സ്റ്റാൻഡിലും അങ്ങനെ റൗണ്ടിലൊക്കെ നടന്ന് ഞാൻ കൊടുക്കുന്നത് എൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ ഇങ്ങനെ നടന്നൊരു വ്യക്തിയാണ്. എനിക്ക് നടക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ടായി. ഓട്ടോറിക്ഷക്കാരുടെ മുമ്പിലായാലും ആരുടെ അടുത്തായാലും ഞാൻ സാക്ഷ്യം പറഞ്ഞ് കടകൾ കയറി ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്. അങ്ങനെയാണ് എൻ്റെ കാരുണ്യപ്രവൃത്തി. പിന്നെ വസ്ത്രമില്ലാത്തവർക്ക് എന്നിൽ കഴിയാവുന്ന രീതിയിൽ വീട്ടുകാർ പോലും അറിയാണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആരോടും ഞാൻ പറയാറില്ല. ചെറിയ ചെറിയ കാരുണ്യപ്രവർത്തികൾ ഞാൻ പണിക്ക് പോകണില്ല. ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്. ചേട്ടൻ തന്നെ പണിക്ക് പോണത്. അപ്പം എൻ്റെ സാമ്പത്തികമായി എൻ്റെ കൈകളിൽ ഒതുങ്ങുന്നത് ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ സാധിച്ചു തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് പറഞ്ഞത്. അതിൽ ഏറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ച സൗഖ്യവുമാണ് ഇവിടെയും പ്രധാനപ്പെട്ടതായിട്ട്. അതായത് നടക്കുവാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇവിടെ വന്നതെന്നുള്ളതും പിന്നീട് അമ്മ ആ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയുന്നതും. ഇവിടെ 3ാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയുന്നതും. ഇവിടെ ഈ സാക്ഷ്യം പറയുന്നവർ തന്നെ വീണ്ടും ആവർത്തിച്ച് പറയാനായിട്ട് വരുന്നത്. അപ്പം ഒരു ദൈവം കൂടുതൽ അവരോട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതുകൊണ്ടല്ല, കൂടുതൽ വിശ്വസ്തയോടുകൂടി ദൈവാനുഭവത്തോടെ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുവാനായിട്ടുള്ളൊരു മനോഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ഈ സാക്ഷ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാക്ഷ്യത്തിൽ ഈ സഹോദരി പറയുന്നത്, അടുത്ത് ഒരു 8 പേര് താമസിക്കുന്ന ഒരു അഗതി മന്ദിരത്തിൻ്റെ കാര്യം അടുത്ത് ഇത്രയും ഒരു സ്ഥലം ഉണ്ടായിട്ട് അറിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സാക്ഷ്യം പറയുന്നവരിൽ ചിലർ ഇത് ഇങ്ങനെ ഒരു സെൻറ്റൻസ് ആവർത്തിച്ച് പറയുന്നതാണ്. ഇങ്ങനൊരു അനാഥാലയത്തിൻ്റെ കാര്യം ഞാൻ ലൊക്കാലിറ്റി കൊണ്ടിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല, ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അങ്ങനൊരു സ്ഥലം. അപ്പം ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണെന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണത്. അതായത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് നിങ്ങൾ എല്ലാവരും ഇല്ലെങ്കിലും ചിലരെങ്കിലും എടുക്കുന്ന ഉടമ്പടി. ഒരുപക്ഷെ സംസാരിക്കുവാനും കൂടെ ഇരിക്കുവാനും ഒരാളെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാടിടങ്ങളിൽ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കാരണം എത്തിപ്പെടണം. അപ്പം അവിടെ അടുത്തൊക്കെ ഒരുപാട് ലോകത്തിൻ്റെ പലയിടങ്ങളിലും നമ്മുടെ തന്നെ പലയിടങ്ങളിലും ഉടമ്പടി എടുത്ത് ലക്ഷക്കണക്കിന് ആളുകളിൽ കുറേ പേര് അലസമായിട്ട് പോകുമെങ്കിലും അതിൽ പകുതിയിലേറെ പേരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എത്രയോ പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് നിങ്ങളെടുക്കുന്ന ഉടമ്പടി എന്നുള്ളത്. അപ്പം ഈ ഒരു ചേച്ചി ആ സമയം കണ്ടെത്തി വീട്ടിലെ കാര്യങ്ങളും മകളുടെ ജോലിയൊക്കെ ക്രമീകരിച്ച് ഒരു ബന്ധവും ഇല്ലാത്ത, ഒരു അടുപ്പവും ഇല്ലാത്ത കുറച്ച് ആൾക്കാരുടെ അടുക്കെ പോയി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ജീവിതത്തിലെല്ലാം ക്രമീകരിക്കാനായിട്ട് തുടങ്ങുന്നതൊക്കെ അത് വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്നുള്ളത് ഇവിടെ ഉടമ്പടി പഠിപ്പിക്കുന്നതല്ല, ഈശോ പഠിപ്പിക്കുന്നതാണ്. ഞാൻ നഗ്നനായിരുന്നു, ഞാൻ അനാഥനായിരുന്നു, എനിക്ക് ദാഹിച്ചു എന്നൊക്കെ പറഞ്ഞ് കർത്താവ് സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ ഉടമ്പടിയിൽ ഇതൊക്കെ ഓപ്ഷണലല്ല, അതെല്ലാം ഒരു വ്യക്തി. അതുകൊണ്ടാണ് ഈ 65 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ളവരെ ഉടമ്പടി എടുക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെയും ഒരു യുക്തി അതാണ്. കാരണം ഈ പ്രാർത്ഥന നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒന്നല്ല, അത് പുറത്തിറങ്ങി നമുക്ക് തിരികെ കിട്ടത്തില്ലെന്ന് ഉറപ്പുള്ള ഇടങ്ങളിൽ പോയി ദൈവത്തിനെക്കുറിച്ച് പറയുകയും പ്രഘോഷിക്കാനായിട്ട് കെൽപ്പും ധൈര്യമുള്ളവർ മാത്രം
ഉടമ്പടി എടുത്താൽ മതി എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുന്നത്. അപ്പം അങ്ങനൊരു മാറ്റം ഈ സാക്ഷ്യത്തിലല്ല, ഈ പറയുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഇതിനേക്കാളും അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ ഒരുപാട് നന്മകളിലേക്ക് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാവാം ഒരു പക്ഷേ ഉടമ്പടി എടുക്കുന്നവരെയൊക്കെ തന്നെ എല്ലാവരെയും തന്നെ ദൈവം അല്ലെങ്കിൽ അമ്മ മാതാവ് അനുഗ്രഹിച്ച് വിടുന്നത്. അതിലൊരു കാര്യം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളാണ്. രണ്ടാമത്തേത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലും അതിലും കുറച്ചും കൂടെ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തിച്ചേരണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചിട്ടാണ് അതും നൽകുന്നത്. അപ്പോൾ ചെയ്യുന്നത് എന്താണെന്നുള്ളൊരു ബോധ്യം ഒരു പക്ഷേ ഈ അമ്മയ്ക്ക് പ്രാർത്ഥനയിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വ്യക്തിപരമായി ലഭിച്ച സൗഖ്യം നിൽക്കുമ്പോഴും അപ്പം ജീവിത പങ്കാളിയുടെ സൗഖ്യത്തിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പം ഒരു ഭാര്യയും ഭർത്താവും അൾത്താരയിൽ ലഭിച്ച സൗഖ്യത്തിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനായിട്ട് എത്തുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് വ്യക്തമാണ്. അപ്പം ജീവിതത്തിൽ ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഉടമ്പടിയിൽ ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ എന്ന്, ഒരുപാട് പേർക്ക് നന്മ ചെയ്യാനായിട്ട് ഈ കുടുംബം ഇനിയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.